എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടായിരിക്കാം. അല്ലാതെ ഡീപ്പർ ലെവലില് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല നോ പറഞ്ഞത്. കേട്ട വഴി ഒരു നോ പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ ഇന്ന് കാലഘട്ടം മാറിയല്ലേ, സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല സോഴ്സിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നോ പറഞ്ഞ് മാറി നിന്നെങ്കിലും, നെഗറ്റീവ് പറഞ്ഞ് മാറി നിന്നെങ്കിലും, ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പല പല മാർഗങ്ങളിലൂടെ സാധിച്ചു. അങ്ങനെ ഈ ബിസിനസ്സിൽ പലരും കടന്നു വരുന്നുണ്ടെന്നും ഇത് എന്തൊക്കെയോ നടക്കുന്ന ഒരു ഏരിയ ആണെന്നും ഇവിടെ നിന്ന് പലർക്കും വരുമാനം കിട്ടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു ശ്രമം നടത്തിയാലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ഞാൻ എൻ്റെ ഫാമിലിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ ബിസിനസ് കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഈ ബിസിനസ് ഫിസിക്കലായിട്ട് ഇരുന്ന് എൻ്റെ ലീഡേഴ്സിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകളിൽ നിന്ന് ഇത് കേട്ട സമയത്ത് എനിക്ക് ഈ ബിസിനസ് ഒന്ന് ട്രൈ ചെയ്യാൻ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നൊരു ചിന്തയുടെ ഉള്ളിലേക്ക് അന്ന് വന്നത്. ശ്രമിച്ചു നോക്കാം. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അവസരമാണ്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എഫേർട്ടാണ് അല്ലെ. നമ്മുടെ മുന്നിൽ വരുന്നൊരു അവസരമാണ്. ബിസിനസ്സിൽ ഒരു എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് റിസ്ക് പ്ലസ് എഫേർട്ട് ഈസ് ഈക്വൽ ടു റിസൾട്ട് അല്ലെങ്കിൽ സക്സസ്. ബിസിനസ് അങ്ങനെയാണ്. ഒരു റിസ്ക് എടുക്കണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ആണ് എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം സ്വഭാവമുള്ള പല ബിസിനസ്സുകളും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, പലരുടെ വിജയപരാജയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടില് നമ്മുടെ MC അമിത മേഡം പറഞ്ഞതുപോലെ ഒരു 150-ൽ പരം വർഷത്തെ ട്രഡീഷണൽ ബിസിനസ് രംഗത്തെ സ്വർണം വിറ്റ് മലയാളികളുടെ വിശ്വാസം നേടിയെടുത്ത ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് നമ്മളുടെ മുന്നിലേക്ക് ഒരു വരുമാന സ്രോതസ് അവതരിപ്പിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ, റഫറൽ മാർക്കറ്റിംഗിലൂടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ. അപ്പൊ ഞാൻ ആദ്യം ബിസിനസ് കേട്ട സമയത്ത് ഇത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ആണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാനൊരു നോ പറഞ്ഞത്. ഒരു പക്ഷേ ആദ്യത്തെ പ്രസന്റേഷനിൽ ചെമ്മണ്ണൂരിന്റെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്റെ മുന്നിലേക്ക് ആ പ്രസന്റേഷൻ വന്നിരുന്നത് എങ്കിൽ ഞാൻ ആദ്യം ഒരു നോ പറയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാനിത് കേൾക്കാനിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതാണ്. ട്രഡീഷണൽ ബിസിനസ് രംഗത്ത് ഒരുപാട് വർഷം, 100-ൽ പരം വർഷം കൊണ്ട് വിജയക്കൊടി പാറിച്ച് ട്രഡീഷണൽ ബിസിനസ് രംഗത്ത് യാതൊരുവിധ തട്ടിപ്പിലോ വെട്ടിപ്പിലോ ഒന്നും പെട്ട് നമ്മൾ കാണാത്ത ക്രെഡിബിലിറ്റി ഉള്ള ഒരു പോപ്പുലർ ഗ്രൂപ്പാണ് നമ്മളോട് പറയുന്നത്, ഞങ്ങളുടെ ഏറ്റവും പുതിയ സംരംഭത്തിൽ നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു വരാം. മാത്രമല്ല അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഇ കൊമേഴ്സ് മേഖലയാണ്. നമുക്കറിയാം അല്ലെ, ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോയും മിന്ത്രയും അജിയോയും സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറും ഓലയൊക്കെ അരങ്ങുവാണ്, തകർക്കാണ്. അപ്പോൾ പടിപടിയായിട്ട് വളർന്നു വരികയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെല്ലാം. അപ്പൊ ഇ കൊമേഴ്സ് രംഗത്തിന്റെ ഈ ബൂമിംഗ് ഘട്ടത്തില് ഇ കൊമേഴ്സ് രംഗത്തേക്ക് തന്നെയാണ് നമ്മളെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് എന്നെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. മറ്റൊന്ന് ഇതിന്റെ ചെയർമാനാണ്. ഇത്തരം സ്വഭാവമുള്ള പല ബിസിനസ്സുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഒരു പക്ഷെ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്തെന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ചെയർമാൻ ആരാണെന്നോ, അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്തെ ക്രെഡിബിലിറ്റി എന്താണെന്നോ, ബിസിനസ് രംഗത്തെ പാരമ്പര്യം എന്താണെന്നോ, ഹിസ്റ്ററി എന്താണെന്നോ നമുക്കറിയില്ല. ഇവിടെ ഫിജി കാർഡിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ചെയർമാന്റെ വിസിബിലിറ്റിയാണ്. മലയാളികൾക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അപരിചിതമല്ല, അപരിചിതനല്ല നമ്മുടെ ചെയർമാൻ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെയർമാനെ കാണാത്ത ഒരു ദിവസം മലയാളികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെയർമാൻ തന്നെ ആ ബിസിനസ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ആശയത്തെ കുറിച്ച് പ്രമോഷൻ നടത്തുക, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം, ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ഈ ബിസിനസ്സിനെ പടിപടിയായി ഉയർത്താനുള്ള പല പല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ചെയർമാൻ തന്നെ പ്രമോഷൻ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഏറ്റെടുക്കുന്നതിന് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോ ക്രെഡിബിലിറ്റി ഓഫ് ദ ബ്രാൻഡും വിസിബിലിറ്റി ഓഫ് ദ ചെയർമാനും ഹിസ്റ്ററി ഓഫ് ദ ചെയർമാൻ, ഈ 3 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ബിസിനസ് രംഗത്തെ ലെഗസി ചെമ്മണ്ണൂർ ഇന്റർനാഷണലിന്റെ, ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന് ബിസിനസ് രംഗത്തുള്ള വൈദഗ്ധ്യം, പിന്നെ നമ്മുടെ ബ്രാൻഡ്. മറ്റൊരു ഘടകം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഞാൻ മനസ്സിലാക്കിയപ്പോ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ്
ഈ ബിസിനസ് പല 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 മറ്റ് രാജ്യങ്ങളിലെ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, പലരും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികൾ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷനുള്ള നമ്മുടെ നാട്ടില് ഈ ബിസിനസ് എന്തായാലും ഒരു ഉയർന്നു വന്നില്ല. ഇവിടെ പല 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 ചൂഷണങ്ങൾക്ക് പലർക്കും വിധേയരാവേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം ബിസിനസ്സുകളെ കുറിച്ച് പറയുമ്പോൾ പലരും ഒന്ന് മടിച്ചു മാറി നിൽക്കുന്നത്. പക്ഷെ 2018 ശേഷം ഇന്ത്യയില് നമ്മൾ നിൽക്കുന്ന ഈ മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ്, റഫറൽ മാർക്കറ്റിംഗ് 100% നിയമത്തിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ 2016 മുതൽ ഒരു പഠനം ഗവൺമെന്റ് തലത്തിൽ, സെൻട്രൽ ഗവൺമെന്റ് തലത്തിൽ ഒരു പഠനം നടത്തുകയും എന്തുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലും മലേഷ്യ, സിംഗപ്പൂർ, കാനഡ, ബ്രസീൽ, ചൈന തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളില് അവരുടെ റവന്യൂയിലേക്ക്, അവരുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയൊരു സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പക്ഷെ ഇത്രയും പോപ്പുലേഷനുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയത് ഇവിടെ വേണ്ടത്ര നിയമത്തിന്റെ പിൻബലം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്ന പലർക്കും ചൂഷണങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്നത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത കമ്പനികൾക്ക് ഇത്തരം ബിസിനസ് ഇവിടെ തുടങ്ങാൻ അവസരം കിട്ടിയതും നിയമത്തിന്റെ ഒരു ലോക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആ പഠനത്തിന്റെ റിസൾട്ടായിട്ട് ഈ മേഖലയെ നിയമത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയും 2018 ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ കൺസ്യൂമർ അഫയേഴ്സിന്റെ അണ്ടറിലേക്ക് ഒരു ഫ്രെയിം വർക്കിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു, കേന്ദ്ര ഗവൺമെന്റ്. അതിനുശേഷം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റുകളോടും നിങ്ങളുടെ അതാത് സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം ബിസിനസ്സുകളെ മോണിറ്റർ ചെയ്യുവാനും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ ആ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുവാനും ഉള്ളൊരു നിർദ്ദേശം കൊടുക്കുകയും 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഡയറക്ട് സെല്ലിംഗും ഇന്ത്യയിൽ കടന്നു വരികയും ചെയ്തു. അത് വലിയൊരു മുന്നേറ്റമാണ് ഈ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ഈ ബിസിനസ്സിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. കാരണം ഈ ബിസിനസ്സിലൂടെ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ, ഈ ബിസിനസ് ഒരിക്കലും പണം മാത്രം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യയിൽ അത് ബാൻഡാണ്. അതിന്റെ പേരാണ് മണി ചെയിൻ. ഉപഭോക്താക്കളുടെ ഒരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് മികച്ച ഉൽപ്പന്നങ്ങൾ അവരിലൂടെ വിപണനം ചെയ്തുകൊണ്ട് ആ വിപണനത്തിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ലാഭം ആ വിൽപ്പനയിൽ ഭാഗമായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ നാട്ടില് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നിയമം. ആ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന സമയത്ത് വാങ്ങുന്ന ആളുകൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിരക്ഷ കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ മുന്നേറ്റം. 2025 ഫെബ്രുവരി മാസത്തില് ഫെബ്രുവരി 19 അടുത്തൊരു സ്റ്റെപ്പ് കൂടി നമ്മുടെ കേരള ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ലീഗലായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനികളെ വെബ്സൈറ്റില് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ചൂഷണങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട് സർക്കാരുകൾ, കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന സർക്കാരുകളാവട്ടെ, വിവിധങ്ങളായ സംസ്ഥാന സർക്കാരുകളുണ്ട്. ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം 5ഓളം ട്രേഡ് യൂണിയനുകൾ നമ്മുടെ നാട്ടിൽ ഫിജിക്കാരനെ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, പണ്ട് ഒരു 80കളിൽ ഒക്കെ ജീവിച്ച് 80കളിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അന്ന് ഇവിടുന്ന് ഗൾഫിലേക്ക് 75 ശേഷം 1975 ശേഷമൊക്കെ ഗൾഫ് രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഒരു ജോലി വാഗ്ദാനം ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി വീട് വിറ്റ് വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ച് ഭാര്യയുടെ കെട്ടുതാലി വിറ്റൊക്കെ സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നം കണ്ട് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും ഗൾഫ് രാജ്യം കാണാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവര് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പലരെയും ജീവനോടെ തിരിച്ചു കിട്ടാതിരുന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞ ജോലി കിട്ടാതെ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായ ഒരു മേഖലയാണ് ഗൾഫിൽ നിന്ന്. പക്ഷെ ഇന്ന് നമുക്ക് ആ ചൂഷണം ഇല്ല അല്ലെ. ഇന്ന് സുതാര്യമായിട്ട് നമുക്ക് നിയമത്തിന്റെ പിന്തുണയോടുകൂടി ഒരുപാട് സ്ക്രീനിങ്ങുകൾക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്നത്. എന്താണ് അതിന്റെ കാര്യം? നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു ഗൾഫ് പണം.
ഗൾഫിൽ നിന്ന് വന്ന പണം നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ മേഖല ചൂഷണങ്ങൾക്ക് വിധേയപ്പെടുന്നു എന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ചിന്തിപ്പിക്കും. അന്നത്തെ സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി എവിടെയൊക്കെ ചൂഷണങ്ങൾ വരുന്നുണ്ടോ അവിടെയൊക്കെ നിയമം മൂലം ആ ചൂഷണങ്ങളെ ബ്ലോക്ക് ചെയ്താണ് ഇന്ന് കാണുന്ന അത്ര സുതാര്യമായിട്ട് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുവാനും അവിടെ നിന്ന് മികച്ച വരുമാനം വാങ്ങുവാനും അവിടെയും അർഹിക്കുന്ന നിയമപരിരക്ഷ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്നവർക്ക് കിട്ടാനും ആ പണം അവിടെ ജോലി ചെയ്യുന്ന പണം നമ്മുടെ രാജ്യത്തേക്ക് വരികയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതൊരു പിന്തുണയായിട്ട് മാറാനും ഈ നിയമത്തിന്റെ പിൻബലമാണ് നമ്മളെ സഹായിച്ചത്. അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും. ഇതിനു മുമ്പ് ഒരു പക്ഷെ 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പൊക്കെ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. 2018 മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും 2021 ശേഷം പൂർണ്ണമായിട്ട് സംസ്ഥാന ഗവൺമെന്റുകളുടെയും കൃത്യമായ മേൽനോട്ടത്തിലും നിയമ പരിരക്ഷയിലുമാണ് ഈ ബിസിനസ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മറ്റൊരാളോട് ഈ ബിസിനസ് സംസാരിക്കാം. അപ്പൊ എന്നെ ആകർഷിച്ച രണ്ടാമത്തെ ഘടകം ഇതിന്റെ ലീഗാലിറ്റിയാണ്. ഇതിന്റെ ക്രെഡിബിലിറ്റിയും ലീഗാലിറ്റിയും ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ യൂണിയന്റെ സപ്പോർട്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നിയമപരമല്ലാത്ത ഒരു ബിസിനസ്സിനെ യൂണിയൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. അടുത്തത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലെ പൈസ പോകുമോ എന്ന് 1% പോലും പേടിക്കാതെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം, അല്ലെ? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ലെങ്കിലും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, അടുക്കള മുതൽ, അല്ലെ? ഒരു വ്യക്തി ഉറക്കം ഉണർന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ദിവസം എന്തെല്ലാം വസ്തുവകകൾ വേണോ അതിലെ പലതും നമുക്ക് ഫിജിക്കാർട്ടിലൂടെ വാങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നിത്യമായിട്ട് എന്നും വേണ്ട സാധനങ്ങൾ, എന്നും റിപ്പീറ്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ, ദിവസത്തിൽ ഒരിക്കൽ മാത്രം വേണ്ട സാധനങ്ങൾ, വീക്കിലി വേണ്ട സാധനങ്ങൾ, മന്ത്ലി വേണ്ട സാധനങ്ങൾ, ഇയർലി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ അവൈലബിൾ ആണ്. ഈ സാധനങ്ങൾ ലൈഫിൽ ഒരൊറ്റ തവണ ഒരു 100 പോയിന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഈ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ അതും കേട്ടപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, നമുക്കൊരു ബിസിനസ് അവസരം കയ്യിൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പർച്ചേസിനെ ഒരിക്കലും ഒരു ഷോപ്പിംഗ് ആംഗിളിൽ കണ്ടതേയില്ല. എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. എന്നാൽ ആ സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കണം, എന്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കണം. ഇത് 3ഉം എനിക്ക് ഓക്കെ ആയിട്ട് വന്നു. ഞാനൊരു 100 SC പ്രോഡക്റ്റ് വാങ്ങി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഇതൊക്കെ തന്നെയാണെങ്കിലും ടാർജറ്റ് ഉള്ള ബിസിനസ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കില്ലായിരുന്നു. കൊണ്ടു നടന്ന് വിൽക്കണം, കൃത്യമായിട്ട് ഓരോ മാസവും ഇത്ര വോളിയം നിർബന്ധിതമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നേനെ. മറ്റൊരു ഘടകം എന്നെ ആകർഷിച്ചത് അതാണ്, നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാം, നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ബിസിനസ് പഠിച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള എല്ലാവിധ പിന്തുണയും നമ്മുടെ ടീമിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് എന്നോട് പ്ലാൻ പറഞ്ഞപ്പോഴേ തന്നെ പ്ലാൻ പറയാൻ വന്ന ലീഡേഴ്സ് എനിക്ക് എൻഷുർ ചെയ്തിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ ആണല്ലോ, അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു ചിന്തയാണ് മൂന്നാമതായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ടാർജറ്റുകളില്ല, ഒരു ബോസിനെ പേടിക്കേണ്ട, കൃത്യമായിട്ട് ഇത്ര ടൈം ഇരുന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മളൊരു ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ കമ്പനി എന്തെല്ലാം ഒരു 10ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ലീഡർക്ക് തരാമെന്ന് നമ്മുടെ പ്ലാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ അതും അതിനപ്പുറവും കിട്ടുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും അനുഭവിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ മാത്രമല്ല, എന്റെ ടീമിലെ 100 കണക്കിന് പാർട്ട്നേഴ്സ്. 10ാമത്തെ റാങ്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യം കമ്പനി നമ്മളോട് പറയുന്നത് നമുക്ക് ബൈനറിയിൽ ലെഫ്റ്റും റൈറ്റും പോയിന്റ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ബിസിനസ് നടന്നാൽ നാളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാച്ചിങ് ബോണസ് വരും, അല്ലെ? ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം ഒരു 7 അക്ക സംഖ്യ എന്റെ അക്കൗണ്ടിലേക്ക്, ഏകദേശം 7 അക്ക സംഖ്യ എന്റെ അക്കൗണ്ടിലേക്ക് ഈ ഇനത്തിൽ, ഈ ആദ്യത്തെ വരുമാനം മാച്ചിങ് ബോണസ് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട്. രണ്ടാമത് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണല്ലേ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു വരുമാനം.
ഞാൻ 2021 ഒക്ടോബർ മാസത്തിൽ ജോയിൻ ചെയ്തു. 2022 5 മാസങ്ങൾക്ക് ശേഷം 2025 മാർച്ച് 8-ാം തീയതി ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഞാൻ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തിയത്. ആ മാസം മുതൽ ഒരുപാട് പ്രാവശ്യം മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്റെ അക്കൗണ്ടിലേക്ക് വരികയും എന്റെ വീട്ടിലുള്ള മറ്റു പല ഐഡികളിലേക്കും മന്ത്ലി പെർഫോമൻസ് ബോണസ് വരികയും ആ മന്ത്ലി പെർഫോമൻസ് ബോണസ് ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഒരു കരുത്തായി മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇതിന്റെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. 6-ാമത്തെ റാങ്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തരുമെന്ന് പറഞ്ഞത് റൈഡർ ഫണ്ട് ആണ്. 6-ാമത്തെ റാങ്കിലേക്ക് എത്തിയത് ഞാൻ 2023 ജനുവരിയിലാണ്. 2023 ജൂണിന് മുമ്പായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ആ റൈഡർ ഫണ്ട് 2023 ജനുവരിയിൽ ഞാൻ റൈഡർ ഫണ്ട് അച്ചീവ് ചെയ്തു. അതേ തൊട്ടടുത്ത മാസം ഞാൻ റൈഡർ ഫണ്ടിനുള്ള ക്രൈറ്റീരിയ എലിജിബിലിറ്റി പൂർത്തീകരിച്ചു. 2 മാസത്തിനുള്ളിൽ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ റൈഡർ ഫണ്ട് ക്രെഡിറ്റ് ആയി. ഞാൻ അതും എൻജോയ് ചെയ്ത ആളാണ്. മറ്റൊന്ന് സീലിംഗ് അച്ചീവ്മെന്റ് ആണ് അല്ലെ. നമ്മുടെ പ്ലാൻ ബുക്കിൽ പറയുന്നുണ്ട് ഒരു ദിവസം 2,000 രൂപ മുതൽ 30,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം. കേട്ട സമയത്ത് ആദ്യം എനിക്ക് തോന്നി ഇതൊക്കെ നടക്കണ കാര്യമാണോ. ഞാൻ ഫണ്ട് കൊടുത്ത സമയത്ത് എന്നോട് പ്ലാൻ പറഞ്ഞ എന്റെ ലീഡറോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നിങ്ങൾ പറയുന്ന ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5,000 രൂപയെങ്കിലും എനിക്ക് മാസം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടണം എന്ന്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞത്. ഞാൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു പോക്കറ്റ് മണി കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ, കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പൈസ പോകുന്നില്ലല്ലോ എന്ന് ഓർത്ത് കടന്നു വന്നതാ. പക്ഷെ ആ എന്റെ അക്കൗണ്ടിലേക്ക് നിരവധി തവണ, ഏകദേശം ഒരു 15-ൽ കൂടുതൽ പ്രാവശ്യം, 20ഓളം പ്രാവശ്യം എന്റെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ 1 ഡേ സീലിംഗ് ആയിട്ട് എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ സീലിംഗ് അച്ചീവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ 1500 PV ലെഫ്റ്റ് റൈറ്റും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ 30,000 രൂപ ക്രെഡിറ്റ് ആവും എന്ന് കമ്പനി പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ആവുമെന്ന് എനിക്ക് അനുഭവത്തിലുള്ള ഒരാളാണ്. ഞാൻ ആ പൈസ എന്റെ അക്കൗണ്ടിൽ വന്നതാണ്, ഞാൻ ആ പൈസ എന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ആ പൈസയും ഞാൻ എന്റെ ഫാമിലിയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോ 10-ാമത്തെ റാങ്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ കിട്ടുന്ന 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ്. ആ 10-ാമത്തെ റാങ്കിലേക്ക് എത്തി തൊട്ടടുത്ത മാസങ്ങളിൽ ഞാൻ അത് വാങ്ങാനുള്ള ക്രൈറ്റീരിയ പൂർത്തീകരിച്ചു. ഇപ്പോ ഞാൻ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടിന്റെ എലിജിബിലിറ്റി പൂർത്തീകരിച്ച് 5 ലക്ഷം രൂപ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ 5 ലക്ഷം രൂപ ചെയർമാനിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത 2 ഇന്റർനാഷണൽ ട്രിപ്പുകൾ 10 പൈസ ചെലവില്ലാതെ പോയി വരാനായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ട് എനിക്ക് സാധിച്ചു. ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ 2024 ഒരു പാസ്പോർട്ട് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ചിന്തയുടെ ഒരറ്റത്ത് പോലും ഒരു വിദേശ യാത്രയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ ഒറ്റയ്ക്കല്ല. അമിത മാഡം MC ചെയ്തപ്പോൾ പറഞ്ഞു അല്ലെ, 2 ഇന്റർനാഷണൽ ട്രിപ്പ് മാഡം പോയി വന്നതാണ്. അത് കൂടാതെ 3-ാമത്തത് പോകാൻ തയ്യാറെടുക്കാണ്. അവിടെ ഒരു തിരുത്ത് ഞാൻ പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് എന്നോടൊപ്പം എന്റെ ടീമിൽ നിന്ന് 15ഓളം ലീഡേഴ്സുമായിട്ടാണ്. അതിൽ ബാക്കി ഞാൻ ഒഴികെയുള്ള 14 പേരും വീട്ടമ്മമാര് തന്നെയായിരുന്നു. 2-ാമത്തെ ദുബായ് ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ 21 പേരാണ് പോയത്. ആ ബാച്ചിലും വീട്ടമ്മമാരായിരുന്നു കൂടുതൽ. പക്ഷെ നമ്മുടെ കൂടെ ജെൻസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സും അച്ചീവ് ചെയ്ത് വന്നിരുന്നു. ഇപ്പൊ വീണ്ടും ഫെബ്രുവരി മാസത്തിൽ ഈ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന മലേഷ്യ കണ്ടസ്റ്റിലും ഞാൻ അച്ചീവർ ആണ്. കൂടാതെ എന്റെ ടീമിൽ നിന്ന് 19ഓളം പേരാണ് ഞങ്ങൾ ഇനി മലേഷ്യക്ക് പോകാൻ പോകുന്നത്. അപ്പൊ ഇത് ഫിജിക്കാട്ടിലേക്ക് കടന്നു വന്ന് പ്ലാൻ ബുക്കിൽ ഇല്ലാത്ത ഒരു അച്ചീവ്മെന്റ്, വലിയൊരു അച്ചീവ്മെന്റ്. മറ്റ് പല രാജ്യത്തെ 3 വിദേശ രാജ്യങ്ങൾ കാണാനുള്ള അവസരം അതിൽ 2 കണ്ടു കഴിഞ്ഞു. പോയത് വെറുതെ ഒന്ന് പോയി അങ്ങ് കൊണ്ടുവരായിരുന്നില്ല. മാക്സിമം നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ച്, നമ്മളെ കംഫർട്ടാക്കി, നമ്മളെ സുരക്ഷിതമാക്കി, ഏറ്റവും നല്ല പ്രീമിയം സൗകര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ട് ലക്ഷറി ആയിട്ടാണ് കമ്പനി നമ്മളെ വിദേശ യാത്ര കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നത്. അപ്പോ 20 വർഷക്കാലം, ഏകദേശം 20-21 വർഷക്കാലം വീട് നോക്കി, മക്കളെ നോക്കി, ഒരു സാധാരണ വീട്ടമ്മയുടെ എല്ലാ പരിമിതികളിലും ജീവിച്ചിരുന്ന, സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ. വെറും ഡിഗ്രി മാത്രം, BSc സുവോളജി മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു ടെക്നിക്കൽ നോളജോ എനിക്കൊരു ബിസിനസ് പാരമ്പര്യമോ
ഒന്നുമില്ല. പക്ഷെ ഈ അവസരം എന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അവസരം എന്നെ അടിമുടി മാറ്റി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ പേഴ്സണാലിറ്റി വളർന്നു. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി. എനിക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ, ഒരുപാട് അംഗീകാരങ്ങൾ, ഒരുപാട് ഏരിയ പഠിക്കാൻ സാധിച്ചു. ലൈഫിന്റെ ഒരുപാട് ഏരിയ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന് എന്നെ പ്രാപ്തയാക്കിയത് ഈ ബിസിനസ്സാണ്. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ ഒരു സോഷ്യൽ സർവീസ് കൂടിയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റാരുടെയൊക്കെയോ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു കാരണക്കാരിയോ കാരണക്കാരനോ ആയി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ചിലത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ പോലും നമ്മൾ മറ്റു പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ അറിയാതെ പോലും നമ്മൾ മറ്റു പലരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുത്താനായിട്ട് ഒരു കാരണക്കാരിയാകുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലക്ഷങ്ങളൊക്കെ മുടക്കി ട്രഡീഷണൽ ആയിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങാം. ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളൂ. അത് മാത്രം ഉണ്ടായാലും പോരാ, അല്ലെ? എല്ലാ മേഖലയും വേണം. പക്ഷെ ഒന്ന് ഓർത്തു നോക്കുക, നമുക്കൊരു സ്ഥാപനം, എന്റെ ഹസ്ബൻഡ് ഒരു ഫുഡ് പ്രോസസിങ് യൂണിറ്റ് നടത്തുന്ന ആളാണ് കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട്. എത്ര കുടുംബങ്ങളിലേക്ക് വരുമാനം കൊടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഫാമിലിയെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി കുറച്ചുകൂടി വലിയ രീതിയിൽ സ്കെയിലബിൾ ബിസിനസ് ചെയ്യുന്ന സംരംഭകരെ കുറിച്ച് ചോദിച്ചാലും അവർക്കും പരിമിതികളുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാം, വർഷത്തിൽ ചിലപ്പോൾ ഒരു ഇൻസെന്റീവ് കൊടുക്കാം, ഒരു ബോണസ് കൊടുക്കാം. അതിൽ കൂടുതൽ അവരുടെ ജീവിതത്തിൽ പരിധികളില്ലാത്ത ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതാ ബിസിനസ് നടത്തുന്ന ആളുടെ പ്രശ്നമല്ല, അങ്ങനെയാണ് അവിടെ സാധിക്കുള്ളൂ. അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യത്യസ്തമാകുന്നത്. എന്റെ വീട്ടിൽ വെറും 24,099 രൂപ മുടക്കി എന്റെ വീട്ടിലേക്ക് എനിക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന കുറച്ച് ഗ്രോസറിയും, കുറച്ച് ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ ഐറ്റംസും, കുറച്ച് പേഴ്സണൽ കെയറിനുള്ള സാധനങ്ങളും, കുറച്ച് ടെക്സ്റ്റൈൽ ഐറ്റംസും മാത്രം വാങ്ങി കടന്നു വന്ന ഞാൻ ആ സാധനങ്ങളെല്ലാം എന്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ച് തീർത്തു. ഇപ്പോഴും അതിൽ ചില സാധനങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എത്രയോ പേരുടെ ലൈഫിലേക്ക്, എത്രയോ പേരുടെ അക്കൗണ്ടിലേക്ക്, എത്രയോ പേരുടെ മനസ്സില് കുറെ പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട്, അവർക്കൊരു ഹോപ്പ് കൊടുക്കാനായിട്ട് എനിക്കൊരു ടൂളായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യവും സൗകര്യമാണ്. ആ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ വർക്കാണ്. അപ്പൊ എന്റെ സന്തോഷം ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ മറ്റാർക്കൊക്കെയോ വളരാനായിട്ട് ഒരു കാരണമായിട്ട് മാറുന്നു, അറിഞ്ഞോ അറിയാതെയോ കാരണമായിട്ട് മാറുന്നു. എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഒരുപാട് കഴിവും അറിവും സാമർഥ്യവും സൗകര്യവും എല്ലാമുള്ള പലരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഈ ബിസിനസ് എന്താണെന്ന് ഒന്ന് ക്ഷമയോടുകൂടി പഠിക്കാൻ തയ്യാറാവാതെ, ഇതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു. എത്രയോ പേരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആയി തീരാൻ അവർക്ക് ഈശ്വരൻ കൊടുത്ത ഒരു അവസരത്തെയാണ് അതിന്റെ വർത്ത് മനസ്സിലാക്കാതെ, അതിന്റെ വാല്യൂ മനസ്സിലാക്കാതെ, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാതെ ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വേദന. ഒരുപാട് കഴിവുള്ള ആളുകൾ വന്നിട്ട് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട്, ആരുടെയൊക്കെയോ വാക്കുകളിലെ തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ട് ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു, പഠിക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ കടമ, നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ സൊസൈറ്റിയോടുള്ളത് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് പലർക്കും വേണ്ടി പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മണി മാത്രമല്ല, മനസമാധാനം കൊടുക്കാൻ പറ്റും, ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും, കെയർ കൊടുക്കാൻ പറ്റും, മേഴ്സി കൊടുക്കാൻ പറ്റും, കൈൻഡ്നെസ് കൊടുക്കാൻ പറ്റും, കമ്പാഷൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നോ പറയുമെങ്കിലും ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചാൽ നിങ്ങൾ എന്നോട് യോജിക്കും. അപ്പോ അങ്ങനെ ഏൺ ചെയ്യാനും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാനും പണത്തിലുപരി മറ്റു പലതും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പണവും കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ. മോർ മണി ഈസ് ഈക്വൽ ടു മോർ കറേജ്, മോർ മണി ഈസ് ഈക്വൽ ടു മോർ കോൺട്രിബ്യൂഷൻ.
നമ്മുടെ കയ്യിലേക്ക് പണം കൂടുതൽ വരുന്തോറും നമ്മൾ കൂടുതൽ കറേജിയസ് ആവും, നമ്മൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് മാറും. നിങ്ങൾ എന്നെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 22 വർഷക്കാലം ഒരു കുടുംബിനിയായിട്ട് ഒരു വീട്ടില് ജീവിച്ചു, ഒരു വീട്ടമ്മയായിട്ട് ജീവിച്ചു. ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വരുമാനം ഉപയോഗിച്ച് ആ വീട് നോക്കി, കുടുംബം നോക്കി, അത് ആ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് ജീവിച്ചു. ആ സമയത്ത് എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി? ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടി പോലും എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്റെ ഫസ്റ്റ് സർക്കിളിൽ നിൽക്കുന്ന എന്റെ അച്ഛൻ, അമ്മ, എന്റെ സഹോദരങ്ങൾ, എന്റെ മക്കള്, എന്റെ ഇൻലോസ്, അവർക്ക് വേണ്ടിയിട്ട് പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ആരുടെയോ ഉദാരതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള എന്റെ കയ്യിൽ ഈ അവസരം കിട്ടിയപ്പോ ഞാനത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറായതുകൊണ്ട്, പഠിക്കാൻ തയ്യാറായതുകൊണ്ട്, നെഗറ്റീവുകളെ കേൾക്കുമ്പോൾ എന്റെ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ നല്ല വശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ട്, ഒന്ന് കാത്തിരിക്കാൻ തയ്യാറായതുകൊണ്ട്, കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് എന്തെല്ലാം ഈ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. എന്റെ വീട്ടിലേക്ക് അല്ലെ, എന്റെ വീട്ടിലേക്ക് എനിക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ഇമോഷൻസ്, സന്തോഷമുള്ള ഒരുപാട് ഇമോഷൻസ് എനിക്ക് എന്റെ ഫാമിലിക്ക് സമ്മാനിക്കാനായിട്ട് പറ്റി. അവർ കോൺഫിഡന്റ് ആയി, അവർക്ക് ഹോപ്പ് വന്നു. എന്റെ അച്ഛനും അമ്മയും അല്ലെ, അവർക്ക് അഭിമാനമാണ് എന്നെ കുറിച്ച് ഓർത്തിപ്പോ. ഞങ്ങളുടെ മകള് നന്നായി ഏൺ ചെയ്യുന്നു, അവള് കുടുംബം നോക്കുന്നു, വലിയൊരു ടീമിനെ നയിക്കുന്നു, പ്രോഗ്രാമുകൾ ചെയ്യുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പേരൻസിന് വലിയ സന്തോഷമാണ്. അതൊരു ബ്ലെസ്സിങ് അല്ലേ, അതൊരു ഹാപ്പിനെസ് അല്ലേ നമുക്ക്. അതുകൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ ഇതുവരെ വാങ്ങിയ വരുമാനം, നിങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം വന്നിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ കമ്പനി ലീഗൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സ് കഴിച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്നത് അല്ലെ. ടാക്സ് കഴിച്ചിട്ടാണ് വരുമാനം തരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആ ടാക്സ് എന്തിനു ഉപയോഗിക്കുന്നത്? ആ ടാക്സ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പല പല ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് റോഡുകള്, തോടുകള്, പാലങ്ങള്, സ്കൂളുകള്, ചികിത്സ, പെൻഷൻ, ഇൻഫ്രാസ്ട്രക്ചറുകള്, പുതിയ പുതിയ പരീക്ഷണങ്ങള്, നിരീക്ഷണങ്ങള്, ഇതെല്ലാം നടത്താൻ വേണ്ടിയിട്ട് പണം വേണം. ഈ പണം എവിടുന്നാ കണ്ടെത്തുന്നത്? ടാക്സിൽ നിന്നാണല്ലേ. അപ്പൊ എനിക്ക് കിട്ടിയ വരുമാനത്തിന്റെ ഒരു പങ്ക് ഞാൻ എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്തു. എന്ത് അഭിമാനാണ്! നമ്മുടെ ജന്മരാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തോ ഒന്ന് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ എനിക്ക് കുറ്റബോധാണ്. ഒരു 10 വർഷം മുമ്പ് ഇത് കിട്ടിയിരുന്നെങ്കിലോ അത്രയും കൂടി നമ്മുടെ രാജ്യത്തിനെ നമുക്ക് സേവിക്കായിരുന്നു. ഇനി മറ്റൊരു കാര്യം, ഞാനിത് ഇതിനു മുമ്പ് എവിടേക്കോ എന്റെ ടീമിലെ മീറ്റിംഗിലൊക്കെയാണെന്നോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ട കാര്യമാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു കാര്യം അത്. നമ്മളൊരു കുഞ്ഞു വാവ വീട്ടില് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു വാവ ഉണ്ടായി കഴിയുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങുന്നത് എന്താണ്? ഒരു കുഞ്ഞുടുപ്പ് അല്ലെ. ഒരു കുഞ്ഞുടുപ്പ് അല്ലെങ്കിൽ ഒരു ബേബി സോപ്പ്. ആ കുഞ്ഞിന് വേണ്ട എന്തെങ്കിലും നമ്മൾ വാങ്ങുന്നു. അവിടെ തുടങ്ങണം ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ആരെങ്കിലും വിട്ട് പോയി കഴിഞ്ഞാല് അവർക്ക് വേണ്ടി നമ്മൾ അവസാനം വാങ്ങുന്ന സാധനങ്ങൾ എന്താണ്? പുതിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങും അല്ലെ. ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ പുതിയ വസ്ത്രം, അതിന്റെ കാര്യങ്ങൾ വാങ്ങും. ഈ വാങ്ങുന്ന എല്ലാ പർച്ചേസുകളിലും, എല്ലാ കമ്മോഡിറ്റിയിലും, എല്ലാ ഉൽപ്പന്നങ്ങളിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണ്? ഇൻക്ലൂസീവ് ഓൾ ടാക്സസ്. എല്ലാ ടാക്സും അടക്കമാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. അപ്പോ എനിക്ക് വരുമാനം കിട്ടിക്കഴിയുമ്പോ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു പങ്ക് ഞാൻ നികുതിയായിട്ട് എന്റെ രാജ്യത്തിന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ആ വരുമാനം എന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ പൈസ ചെലവഴിക്കുന്ന സമയത്തും അഗൈൻ വീണ്ടും ഞാൻ ആ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, എത്രത്തോളം വലിപ്പമുള്ള ഒരു മേഖലയിലേക്കാണ് ബോബി സാറ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു സോഷ്യൽ സർവീസ് ആണ്. പഠിക്കുക, മനസ്സിലാക്കുക. ഞാനൊക്കെ തുടക്കത്തിൽ ചെയ്ത ബുദ്ധിമോശം എന്നോട് ആദ്യമായിട്ട് ഒരു വ്യക്തി വന്ന് ഇത് പറഞ്ഞ സമയത്ത്
എന്റെ മുൻവിധി കൊണ്ട്, എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ എന്തു പറഞ്ഞു? ഞാനില്ല, നോ പറഞ്ഞു അല്ലെ. ഇനി കടന്നു വരുന്ന ചിലരുണ്ട്, എന്റെ പല പാർട്ട്നേഴ്സും ഉണ്ട്. അവര് ഒരു ഘട്ടം വരെ മാറി നിൽക്കും. കാരണം എന്താണ്? മാർക്കറ്റിംഗ് തുടങ്ങിയ സമയത്ത്, പരസ്യം ചെയ്ത സമയത്ത്, സ്റ്റാറ്റസ് ഇട്ട സമയത്ത്, ഒരു വ്യക്തിയോട് ഇത് പറഞ്ഞ സമയത്ത് ആരോ കളിയാക്കി, ആരോ കുറ്റപ്പെടുത്തി, ആരോ പറഞ്ഞു, ആരോ ഇതിൽ വന്നിട്ട് അവർക്ക് എന്തോ കിട്ടിയില്ല. ഇവിടെ സക്സസ് ആവാൻ ഒരു ഫോർമുല ഉണ്ട്. അതുകൊണ്ടല്ലേ സബിത മേഡം NST-യുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ സ്വപ്ന മേഡം NST-യുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എത്രയോ ലീഡേഴ്സ് ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ വാങ്ങി നമ്മുടെ മുന്നിൽ ഈ 8 വർഷം കൊണ്ട് നടന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സക്സസ് ആവാൻ ഒരു ഫോർമുല ഉണ്ട്. ലോകത്തെ മറ്റേത് ബിസിനസ്സും പോലെ തന്നെ ഇവിടെയും സക്സസ് ആവാത്തവരുണ്ട്. പക്ഷെ പരാജയപ്പെട്ടവരില്ല ഫിജി കാർട്ടില്. കാരണം എന്താണ്? ഫിജി കാർട്ടിൽ നമ്മൾ പണം കൊണ്ട് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പണം നഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ, പൈസ കൊടുത്തു, സാധനം കിട്ടി, കൂടെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു അവസരം നമുക്ക് കിട്ടി, ഒരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ വിജയികൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ വിജയിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു ഹ്യൂജ് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് കെൽപ്പുള്ള ഒരു ബിസിനസ്സാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു ഹ്യൂജ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നമുക്കും നമ്മുടെ ടീമും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സാധ്യത അനുസരിച്ച് പ്ലാൻ ബുക്കിൽ പറയുന്നുണ്ടല്ലേ, വിദഗ്ധര് നമ്മുടെ രാജ്യത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഒരു സ്ലീപ്പിംഗ് ജൈന്റ്, കിടക്കുന്ന ഒരു സത്വമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ കണക്കാക്കുന്നത്. കാരണം എന്താണ്? ഇവിടത്തെ മനുഷ്യ വിഭവശേഷി, മാൻ പവർ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനസംഖ്യയാണ് നമ്മുടെ സ്വത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. കേരളത്തിൽ തന്നെ കുറിച്ച് എടുത്ത് നമ്മൾ സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ 1% ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ളൊരു സാമ്പത്തികമായ നേട്ടമായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്താണ്? കിച്ചൺ മുതല് ഉപയോഗിക്കാൻ തുടങ്ങിയ പേഴ്സണൽ കെയർ മുതല് ഒരു മനുഷ്യന് എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങള് നമുക്കിവിടെ വാങ്ങിക്കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. വലിയ ഇൻകം, വലിയ പേഴ്സണാലിറ്റി ചേഞ്ച്, സോഷ്യൽ സ്റ്റാറ്റസ് ചെറിയ ടൈം സ്പാനിനുള്ളിൽ നമുക്ക് നേടി എടുക്കാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ടൈം ലിവറേജ് അല്ലെ. ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങി നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിന് പരിധികളുണ്ട്. ഇവിടെ 100 പേരുള്ള ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 പേര് ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഫിജി കാർട്ടിൽ പ്ലാൻ പറയാനും ഫോളോ അപ്പ് ചെയ്യാനും ഇറങ്ങി തിരിച്ചാൽ അവിടെ 100 മണിക്കൂർ വർക്ക് നടക്കുകയാണ് ഒരു ടീമില്. 10 പേരുള്ള ഒരു ടീമിലെ 10 പേര് ഒരുമിച്ച് ചേർന്ന് 1 മണിക്കൂർ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ 10 മണിക്കൂർ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ടൈം ലിവറേജ്, മറ്റുള്ളവരുടെ സമയം കൂടി നമുക്ക് എന്താക്കി മാറ്റാം? പണമാക്കി മാറ്റാനുള്ള അവസരം. പരസ്പരം താങ്ങും തണലും ആവാനായിട്ട്, ഒരു സുഖവും ദുഃഖവും സങ്കടവും സന്തോഷവും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകളോടൊപ്പമാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നിൽക്കുന്നത്. പിന്നെ ടു ദ വേൾഡ് അല്ലെ, ലോകത്തിന് വേണ്ടി പലതും സംഭാവന ചെയ്യാം. മറ്റുള്ളവർക്ക് വളരണം, എന്റെ കൂടെ വന്നവരും കൂടി വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അങ്ങനെ ഒരു ഇന്റൻഷൻ കൂടി ഉള്ളപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തുക. നമ്മളൊക്കെ സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, അന്യർക്ക് വേണ്ടിയിട്ട് അല്ലെ, കുമാരനാശൻ പറഞ്ഞ പോലെ അന്യജീവന് ഉദകിസ്വ ജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് കുമാരനാശൻ നമ്മളെ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് കൂടി വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയവും കഴിവും അറിവും ബന്ധങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഞാനും നിങ്ങളും സ്വപ്നേച്ചിയും സബിത മേഡം ഒക്കെ കടന്നു വന്നിട്ടുള്ളത്. അവർക്ക് നേടിയെടുക്കാൻ പറ്റിയെങ്കിൽ, അവർക്ക് 13ാം റാങ്കിൽ എത്താൻ പറ്റിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? നമുക്കും പറ്റും, നമുക്കും പറ്റണം. അതിനെന്ത് ചെയ്യണം? ജിം റോൺ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഫാദർ ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ട് എന്നല്ല, അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം,
അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലുള്ള ഒരു എഴുത്ത് ഇങ്ങനെയാണ്: നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ വരുമാനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആ മേഖലയിൽ വരുമാനം ഉണ്ടാക്കിയവരെ മാത്രം നമ്മൾ ഫോളോ ചെയ്യും. ഏത് മേഖലയും ആവട്ടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനോ ഫിജിക്കാർട്ടിനോ ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മേഖല തിരഞ്ഞെടുത്തെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ വരുമാനം ഉണ്ടാക്കിയവർ എങ്ങനെ ഉണ്ടാക്കിയെന്നായിരിക്കണം നിങ്ങളുടെ ചിന്ത. അവിടെ വരുമാനം ഉണ്ടാക്കാതെ ഇരുന്നവർ എത്ര പേരുണ്ട്, അവരെന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് ആവരുത് നമ്മുടെ ചിന്ത. കാരണം വരുമാനം ഉണ്ടാക്കിയവരെ ഫോളോ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ പഠിക്കുക, അതിനുവേണ്ടി നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുക. അതിന് നമ്മളെ സഹായിക്കാൻ വിജയിച്ചവർക്ക് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. മാത്രമല്ല, കാലഘട്ടം മാറിയല്ലേ, പഴയ പോലെ അല്ല. പണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഒരു പ്രോഗ്രാം കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം. ഏതെങ്കിലും ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിഞ്ഞാലാണ് അച്ചീവേഴ്സിനെ കാണാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആരുമായിട്ടൊരു ആക്സസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയർമാൻ ആരാണ്, നമ്മുടെ ബ്രാൻഡ് ഏതാണ്, നമ്മുടെ ഗ്രൂപ്പ് ഏതാണ്, അവർ ഇതിനു മുമ്പ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള മോഡലുകൾ ഏതാണ്, ഇതൊന്നും നമുക്ക് അറിയാനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇന്ന് കാലം മാറിയില്ലേ, ആധുനിക സാങ്കേതിക വിദ്യ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്. ലോകമെന്ന് നമ്മുടെ കൈക്കുമ്പിളിലാണ് അല്ലെ. ഈ ലോകം നമ്മൾ കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. ആ കണ്ണുകളിൽ, സൈബർ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയെ കുറിച്ച് പഠിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും. നിങ്ങളുടെ സമയം നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് മാറ്റി വെക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പൊട്ടൻഷ്യൽ പഠിക്കാൻ, വിജയികളെ പഠിക്കാൻ. ഇതിന്റെ പരാജയപ്പെട്ടവരുണ്ടാവും. ഏത് മേഖലയിലും ഇല്ലാത്തത്? ഹോട്ടൽ മേഖലയിൽ പരാജയപ്പെട്ടവരില്ലേ, ടെക്സ്റ്റൈൽ മേഖലയിൽ പരാജയപ്പെട്ടവരില്ലേ, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ വിജയിച്ചവരുണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്ത് ഒരു ബിസിനസ്സും പരാജയമല്ല, അത് ഏറ്റെടുത്ത വ്യക്തികൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളിടത്താണ് വിജയവും പരാജയവും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചവരെ ഫോളോ ചെയ്യുക. വിജയിച്ചവർക്ക് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. അതിനിപ്പോ ഈ സാങ്കേതിക വിദ്യ വളർന്നു വലുതായിരിക്കുന്ന ഈ സമയത്ത് ഈ AI ടൂൾസ് വരെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലേ. നമ്മൾ IT-യിൽ നിന്ന് AI-യിലേക്ക് മാറി. അപ്പോ നിങ്ങൾക്ക് സാധ്യമായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിജയികളെ പഠിക്കുക. ഈ ബിസിനസ്സിൽ വിജയിച്ചവര് അവർ എത്ര കോടി വാങ്ങി അല്ലെ. ഫിജിക്കാർട്ടിൽ ഒരു കാര്യം പറയാം, ഫിജിക്കാർട്ടിൽ പോയിന്റുകൾ വെച്ച് റാങ്കുകൾ അച്ചീവ് ചെയ്ത് ക്രൈറ്റീരിയ പൂർത്തീകരിച്ച് ഒരാൾക്ക് പോലും കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരുന്നിട്ടില്ല. വാങ്ങിയാണ് പോയത് എല്ലാവരും. കിട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും. ഞാനൊക്കെ തുടക്കത്തിൽ വിചാരിക്കാറുണ്ട്, ഇതൊക്കെ നമുക്കൊക്കെ കിട്ടണതാണോ, വലിയ വലിയ ലീഡേഴ്സിനായിരിക്കും കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിച്ചു അല്ലെ, എന്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്താൽ തരാമെന്ന് പറഞ്ഞത് കമ്പനി തന്നിരിക്കും. അപ്പോ ഏകദേശം 7:50 സമയം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിട്ടു പോവാതിരിക്കുക. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നിങ്ങൾ എന്തോ ഒന്ന് ഡിസർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലൂടെ മറ്റാർക്കോ എന്തോ എത്തിക്കാൻ ഈ യൂണിവേഴ്സൽ എനർജി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ അവസരത്തിന് ഒരു വാല്യൂ കൽപ്പിക്കുക. ഇത് വർത്ത്ഫുൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനുവേണ്ടി കുറച്ച് ടൈം, മണി, എനർജി നിങ്ങൾ മാറ്റിവെക്കുക. വളരെ കുറച്ച് മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഇതിന്റെ അങ്ങേയറ്റം വരെ എത്താനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ സിസ്റ്റം നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ ചെയർമാൻ 100% ഞാനത് നിങ്ങൾക്ക് വാക്ക് തരാണ്. എന്റെ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആരും പറഞ്ഞു കേട്ട ഊഹാപോഹം കൊണ്ട് പറഞ്ഞൊരു കാര്യമല്ല. ഈ തൃശ്ശൂര് നമ്മുടെ കേരളത്തിലല്ലേ, നമ്മുടെ ഹെഡ് ഓഫീസ് തപ്പി നമുക്ക് ഹരിയാനയിലേക്കോ ഡൽഹിയിലേക്കോ മധ്യപ്രദേശിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു KSRTC ബസ്സിൽ കയറി കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് തൃശ്ശൂര് ചെന്നിറങ്ങിയാലും തൃശ്ശൂര് നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെ ചെന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഈ ബിസിനസ്സിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൈ പിടിക്കുക, അവര് പറയുന്നത് കേൾക്കുക. നിങ്ങൾ ആദ്യം തന്നെ ബി ഇൻ ഫിജിക്കാർട്ടിലേക്ക് ആവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡു ദ പ്രോസസ്, ചെയ്യേണ്ട പ്രോസസ്സ്
ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേടാനുള്ളതെല്ലാം നേടിയെടുക്കുക. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ലീഡേഴ്സ്.